ബംഗളൂരുവിൽ നിന്ന് 20 മിനിറ്റ് കൊണ്ട് ചെന്നൈ സ്വപ്ന സമാനമായ വേഗ പദ്ധതി നടപ്പാക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് ഈ മൂന്ന് നഗരങ്ങളെ ബന്ധിപ്പിക്കാൻ അതിവേഗ റെയിൽവേ ഇടനാഴി പദ്ധതി അവതരിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്രം. ഇതോടെ ഈ മൂന്ന് നഗരങ്ങളിലേക്കും യാത്ര ചെയ്യാനുള്ള സമയം കുറയ്ക്കാൻ സാധിക്കും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വെറും 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാനാകും വിധത്തിലാണ് പദ്ധതി ഒരുങ്ങുന്നത്. അതിനുശേഷം ബംഗളൂരുവിൽ നിന്ന് 20 മിനിറ്റ് കൊണ്ട് ചെന്നൈയിലേക്കും എത്താം. ഇതോടെ മൂന്ന് നഗരങ്ങളിലും യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയം 10 മണിക്കൂർ വരെ കുറയ്ക്കാനാകും. 320 കിലോമീറ്റർ വേഗതയിലായിരിക്കും അതിവേഗ റെയിൽ ഇടനാഴിയിൽ ട്രെയിൻ സഞ്ചരിക്കുക. പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതോടെ മൂന്ന് നഗരങ്ങളിൽ സഞ്ചരിക്കുന്നതിന് വിമാനയാത്രയേക്കാൾ കൂടുതൽ സൗകര്യമൊരുക്കും. സാധാരണ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്താൻ 1 മണിക്കൂർ 15 മിനിറ്റ് ആണ് ആവശ്യം. അതുപോലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 1 മണിക്കൂർ 20 മിനിറ്റ് ആണ്. എന്നാൽ ബോർഡിംഗും മറ്റ് സുരക്ഷാ പരിശോധനകളും ഉൾപ്പെടെ കഴിയുമ്പോൾ ഇത് 3 മണിക്കൂറിൽ കൂടുന്ന അവസ്ഥയാണ് ഉള്ളത്. പുതിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വിമാനത്തെക്കാൾ വേഗത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള സാധ്യതയാണ് ഒരുങ്ങുന്നത്. ഹൈദരാബാദ് ചെന്നൈ അതിവേഗ ഇടനാഴിക്ക് 705 കിലോമീറ്റർ നീളവും ഹൈദരാബാദ് ബംഗളൂരു ഇടനാഴിക്ക് 626 കിലോമീറ്റർ നീളവുമാണ് പദ്ധതിയിൽ കണക്കാക്കിയിട്ടുള്ളത്. നിലവിൽ സർക്കാർ കൺസൾട്ടൻസി സ്ഥാപനമായ റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് ലിമിറ്റഡ് അവസാനഘട്ട സർവേ നടത്തുന്നതിനായുള്ള ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. പദ്ധതിക്കായി 33 കോടി രൂപ ചിലവാകും എന്നാണ് കരുതുന്നത്. ഈ ഇടനാഴികളിൽ കൂടി അതിവേഗ ട്രെയിനുകൾ മാത്രമായിരിക്കും സർവീസ് നടത്തുക. മുംബൈ അഹമ്മദാബാദ് അതിവേഗ ഇടനാഴിയുടെ മാതൃകയിലായിരിക്കും പുതിയ ഇടനാഴി രൂപകൽപ്പന ചെയ്യുക. വീണ്ടും അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാകുകയാണ്. അതിവേഗ റെയിൽപാത എന്ന ആശയത്തിന്റെ ചർച്ചകൾക്ക് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ടെങ്കിലും 2019 കേന്ദ്ര സർക്കാർ ഇത്തരം പദ്ധതികളുടെ നിർമ്മാണം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ചത്. 6 പദ്ധതികളാണ് 2019 ബജറ്റിൽ നിർദ്ദേശിച്ചത്. ഇതിൽ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. 2019 പ്രഖ്യാപിച്ചതും പിന്നീട് ഉയർന്ന നിർദ്ദേശങ്ങളും ഉൾപ്പെടെ 10ഓളം പദ്ധതികൾ രാജ്യത്തെ വിവിധ ഇടങ്ങളിലായി പ്രാരംഭ പ്രവർത്തനങ്ങളിലാണ്. 4000ഓളം കിലോമീറ്ററാണ് വിവിധ പദ്ധതികളിലായി അതിവേഗ റെയിൽ പദ്ധതിയുടെ ഭാഗമാവുക. കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി എന്ന പേരിൽ അതിവേഗ റെയിൽപാത വിഭാവനം ചെയ്തു എങ്കിലും പദ്ധതിക്ക് കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ട്രെയിൻ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ ഗതാഗത മേഖലയിലെ സർക്കാരിനുണ്ടാകുന്ന ചിലവ് ഗണ്യമായി കുറയ്ക്കാനാകും എന്നാണ് ഉയരുന്ന പ്രധാന വാദം. എന്നാൽ യാത്രക്കാരെ വഹിക്കാനുള്ള റെയിൽവേയുടെ ശേഷി ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കണം എന്നതാണ് ഇതിലെ ഒരു പ്രധാന വെല്ലുവിളി. ഈ സാഹചര്യം മറികടക്കാൻ 15 വർഷത്തിനുള്ളിൽ 25,000 കിലോമീറ്റർ വേഗപാത രാജ്യത്ത് തയ്യാറാക്കേണ്ടി വരും. ഒരു അതിവേഗ റെയിൽപാത 9 വരി വീതമുള്ള ഹൈവേക്ക് തുല്യമാണ് എന്നാണ് മെട്രോമാൻ ഇ ശ്രീധരൻ ചൂണ്ടിക്കാണിക്കുന്നത്. യാത്രക്കാർ കൂടുതലായി വേഗപാതകളിലേക്ക് മാറുകയും ഇപ്പോഴത്തെ റെയിൽപാതയിലൂടെ ചരക്ക് നീക്കം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ.